നേപ്പാളിലെ ആഭ്യന്തര സംഘർഷത്തിൽ മരണം 31 മരിച്ച് 25 പേരെ തിരിച്ചറിഞ്ഞു. അതേസമയം പുതിയ ഭരണ നേതൃത്വത്തെ ചൊല്ലി അനിശ്ചിതത്വം തുടരുകയാണ്. നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിംഗിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്നാണ് ഒരു വിഭാഗം പ്രക്ഷോഭകരുടെ ആവശ്യം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, നേരത്തെ അവിടെ ജയിലിൽ നിന്ന് ചാടിപ്പോയ തടവുകാർക്ക് നേരെ വെടിവെപ്പുണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതാണോ ഈ മരണസംഖ്യയിൽ ഉയരാനുള്ള ഇടയാക്കിയത്? എന്താണ് നിലവിൽ അവിടുത്തെ ഒരു ക്രമസമാധാന നില? മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പിന്നീട് വരാം. ഗോകുൽ, ഇന്ന് രാവിലെയാണ് ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം വെടിയുതിർത്തതും അതിൽ 2 പേർ മരിച്ചതും 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ 31 എന്ന മരണസംഖ്യയിലേക്ക് എത്താൻ ഇതല്ല കാരണം എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 2 ദിവസം നടന്ന പ്രക്ഷോഭങ്ങൾക്കിടെ കൊല്ലപ്പെട്ട പോലീസിന്റെ വെടിയേറ്റ് മരിച്ച പ്രക്ഷോഭകരുടെ എണ്ണമാണ് ഈ 31 എന്നുള്ളത്. ഇവരെ വിവിധ ആശുപത്രികളിലായിട്ടായിരുന്നു ഇവരുടെ മൃതദേഹം എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ എല്ലാം തന്നെ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് 31 പേർ ഈ കലാപത്തിൽ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ തിരിച്ചറിഞ്ഞ ആളുകളുടെ പേര് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം അത് കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്കോ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കോ വീണ്ടും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പേര് വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടാത്തത്. ബൽറാം, നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം, മുമ്പ് പല പേരുകളും ഉയർന്നു കേട്ടിരുന്നു. ചീഫ് എക്സിക്യൂട്ടീവായി മുൻ ചീഫ് ജസ്റ്റിസ് വരുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഒന്നും ഒരു നടപടികളിലേക്ക് പോകുന്നില്ല. സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചകൾ പ്രക്ഷോഭകരുമായി നടത്തുന്നു, അവരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ നേതൃമാറ്റത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ലേ? ഈ പ്രക്ഷോഭകർ, നമുക്കറിയാം, ചിതറിയ പ്രക്ഷോഭകരാണ്. അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകാത്തതാണോ തടസ്സം? തീർച്ചയായും ഈ ഒരു പ്രതിഷേധം എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതല്ല. അത്തരത്തിൽ ഒരു നേതൃത്വവും ഇതിനില്ല. ഒരു ആൾക്കൂട്ടത്തിന്റെ പ്രതിഷേധമാണ്. അവരുടെ ആവശ്യങ്ങൾ പലതാണ്. അവർ ഭരിക്കാനായി മുന്നോട്ട് വയ്ക്കുന്ന പേരുകളും പലതാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്നു കേട്ട 2 പേരുകൾ, അതൊന്ന് ബാലൻ ഷായുടേതായിരുന്നു, കാഠ്മണ്ഡു മേയർ. അദ്ദേഹം എന്നാൽ തനിക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും പിന്നീട് ഉയർന്നു കേട്ട പേര് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പേരായിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. ബലേൻ ഷാ അടക്കമുള്ളവർ അത്തരത്തിൽ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു കൂട്ടം ജൻസി പ്രക്ഷോഭകർ ഉയർത്തുന്ന പേര് എന്നുള്ളത് നേപ്പാൾ വൈദ്യുത അതോറിറ്റിയുടെ മുൻ MD ആയ കുൽമൻ ഗിൽസിംഗിന്റെ പേരാണ്. ഗിസിംഗ് അദ്ദേഹം നേരത്തെ വൈദ്യുത വകുപ്പിന്റെ MD ആയിരുന്ന ഘട്ടത്തിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും നേപ്പാളിൽ ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കുകയും വൈദ്യുത നിരക്ക് കുറയ്ക്കുകയും ചെയ്തിരുന്നു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു നേതാവായി അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിനും ഇപ്പോൾ പ്രിയം ഏറി വരുന്നു. വലിയൊരു വിഭാഗം ജൻസി പ്രക്ഷോഭകർ അദ്ദേഹത്തിന്റെ പേരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന പേരുകളിൽ ഏതാണ്ട് ധാരണയാവുകയും പിന്നീട് ഈ താൽക്കാലിക സർക്കാരിന്റെ ചുമതല ഉടൻ തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ നേതൃത്വം തന്നെയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ജൻസി പ്രക്ഷോഭകരും ഒപ്പം തന്നെ മറ്റ് ആളുകളുമായി സൈന്യം ഇപ്പോഴും ചർച്ചകൾ നടത്തുകയാണ്. ഇപ്പോഴും എപ്പോഴാണ് പുതിയ ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ആയിട്ടില്ല. സുശീല കർക്കി, മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ പേര് ഉയർന്നു വരികയും ജൻസി പ്രക്ഷോഭകർ നിർബന്ധിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവർ കഴിഞ്ഞ ദിവസം രാത്രി ചുമതല ഏറ്റെടുക്കാൻ സമ്മതം മൂളിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ പുതിയ പേര് കൂടുതൽ ശക്തമായി ഉയരുകയാണ്. നിലവിലിപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഗോകുൽ, ശരി, സംഘർഷങ്ങൾക്ക് അയവ് വന്നെങ്കിലും നേപ്പാളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം മാറുന്നില്ല. അവിടെ ആരിനി നയിക്കണം എന്നത് സംബന്ധിച്ച അഭിപ്രായ ഏകീകരണത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും അങ്ങനെ ഒരു നേതൃത്വമില്ലാത്ത പ്രതിഷേധമാണ്. ചിതറിയ പ്രതിഷേധം എന്ന നിലയിൽ തന്നെ ആൾക്കൂട്ട പ്രതിഷേധം. അതിനൊടുവിൽ ഇനി ആര് നയിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.